ഹലോ നമസ്കാരം. എല്ലാവരും സുഖമായി സേഫായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. പുറത്ത് നല്ല അതിശക്തമായിട്ടുള്ള മഴയാണ്. എല്ലാവരും സേഫായിട്ടിരിക്കുക. പിന്നെ നമ്മുടെ കറക്കമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നോർമൽ ലൈഫിലേക്ക് വരികയാണ്. അപ്പോൾ നാളെ അപ്പത്തിനുള്ള മാവ് റെഡിയാക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ പിന്നെ നിങ്ങളെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് ചോദിച്ചു. നിങ്ങളൊക്കെ എങ്ങനെയാണ് അപ്പത്തിൻ്റെ മാവ് ഉണ്ടാക്കുന്നത്? എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ അതിനകത്ത് നമ്മുടെ അരവണപാത്രമല്ലേ ശബരിമല നിന്ന് കൊണ്ടുവരുന്ന ആ പാത്രത്തിൽ 2 പാത്രം പച്ചരി, അതിൽ തന്നെ അരപ്പാത്രം ചോറ് വയ്ക്കുന്ന അരിയും കൂടെ ചേർത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ വൈകുന്നേരമാണ് കേട്ടോ അരയ്ക്കുന്നത്. അപ്പോൾ അത് കുതിർന്നതിന് ശേഷം അത് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തതിന് ശേഷം അതിൽ നിന്നൊരു 3 സ്പൂണ് മാവെടുത്ത് ഇച്ചിരി പച്ചവെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് അതിനെ ഒന്ന് കുറുക്കി മാറ്റി അതിനകത്തോട്ട് തന്നെ ഇച്ചിരി വെള്ളം കൂടെ ചേർത്തിട്ട് അത് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ അവല് വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ കലക്കി വെച്ചിട്ടുള്ള ഈ കുറുക്കി വെച്ചിട്ടുള്ള മാവിലേക്ക് ലൂസാക്കി വെച്ചിട്ടുള്ള ആ മാവ് ജാറിലേക്ക് ഇടുക. 2 തവ ചോറും അതുപോലെ തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മൾ അവല് കുതിർത്തിയതും കൂടെ തന്നെ 2 കപ്പ് നാളികേരം ചിരവിയതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കുക. കൂടെ ഞാൻ മഴ ആയത് കാരണം കൊണ്ട് ഇച്ചിരി ഈസ്റ്റ്, ഉപ്പ്, കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നാളെ ഞാൻ പഞ്ചസാര ചേർക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് മാവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടെ സപ്പോർട്ട് ചെയ്യുക.